ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ മീനുട്ടി നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ? ഗോതമ്പട മീനുട്ടിക്ക് ഇഷ്ടാണോ? ഇഷ്ടാണോ? കഴിച്ചിട്ടുണ്ടോ? ഓക്കെ, കഴിച്ചിട്ടുണ്ട്. അപ്പൊ മീനുട്ടി ഹെൽപ്പ് ചെയ്യോ ദിവ്യമ്മ എങ്ങനെയാ ഉണ്ടാക്കണേന്ന്? താങ്ക് യു. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ഗോതമ്പ് മാവാണ് കേട്ടോ. ഗോതമ്പ് മാവ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ. വെള്ളം അധികം ചേർക്കരുത്, അധികം ചേർത്ത് അത് കുഴഞ്ഞു പോകും. പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് കുഴയ്ക്കുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് അതിന് ശേഷം അതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയത്, 2 നേന്ത്രപ്പഴം, പിന്നെ ഒരു 5-6 ഏലക്ക പൊടിച്ചതുമാണ് കേട്ടോ വേണ്ടത്. പിന്നെ നമ്മൾ ഈ തേങ്ങ ചിരകിയതിലേക്ക് ഈ ഏലക്കയും അതുപോലെ ഈ നേന്ത്രപ്പഴവും കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ ഇടാം. ഞാൻ നേന്ത്രപ്പഴം എടുത്തതുകൊണ്ടാണ് പഞ്ചസാര ഇട്ടത് കേട്ടോ. അപ്പം ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് വെക്കുക. കുറച്ച് നേരം വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് അതുമായിട്ട് സെറ്റാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അടയിൽ ഫില്ല് ചെയ്യാനായിട്ട് വേണ്ടത്. പിന്നീട് വളരെ എളുപ്പമാണ്. നമ്മുടെ ഒരു ഇല വെച്ച് അതിലേക്ക് ഈ മാവ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് അതിൽ ഈ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ച സാധനം ഉണ്ടല്ലോ, അതുകൂടെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നമ്മളൊരു ആവിയിൽ വേവിച്ചാൽ മതി. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വേവിക്കാവുന്നതാണ്. ഞാൻ അതിന് ശേഷമുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കഴിക്കാനുള്ള തിരക്കിൽ വേഗം കഴിച്ചു. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് വൈകിട്ട് ഒരു ഈവനിങ് ആയിട്ടുള്ളൊരു സ്നാക്കായിട്ടും അല്ലെങ്കിൽ നമുക്ക് രാത്രിയുള്ളൊരു ഭക്ഷണമായിട്ട് തന്നെ ഉപയോഗിക്കാം. കാരണം ഗോതമ്പും നേന്ത്രപ്പഴവും ഒക്കെയാണ് നമ്മുടെ നന്നായിട്ട് ഫില്ലാവും, നമുക്ക് വയറൊക്കെ നിറയും. അപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മഴയ്ക്കും തണുപ്പത്തിനൊക്കെ ഇങ്ങനെ ആവിയിൽ വേവിച്ച് ഇടയ്ക്ക് വൈകിട്ട് ഇതുപോലെയുള്ള സ്നാക്സ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റും ഒക്കെ ആണല്ലോ കേട്ടോ. അപ്പോൾ നിങ്ങളിത് മറക്കാതെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ഇതുപോലെയുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അതും പറയാം കേട്ടോ. ഞാൻ അങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല, ഇപ്പോൾ ലീവ് ആയതുകൊണ്ട് വീട്ടിലേക്ക് ആയതുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുമ്പം അത് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം അല്ലേ. പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ ആരും അങ്ങനെ പുറത്ത് പോവുകയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഇതുപോലെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. പിന്നെ ഈ ഇല ഉണ്ടാക്കാനായിട്ട് നമുക്ക് സമയം വളരെ കുറവ് മതി. ആകെ കുറച്ച് ഗോതമ്പും കുറച്ച് തേങ്ങയും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് മീനുട്ടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്.